മോശയുടെ ദൃശ്യം, കൽപ്പലകളെ കുറിച്ച ന്യായ പ്രമാണങ്ങളുമായി ഇറങ്ങി വരുന്ന മോശയുടെ ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ബൈബിൾ ദൃശ്യം ഇതാ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് മുൻപോട്ട് നീങ്ങുകയാണ്. വലിയ വാഹനങ്ങൾ ബൈബിൾ ദൃശ്യ അവതരണ മത്സരങ്ങളിൽ ക്രമമായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യമൊരുക്കണമേ എന്ന് ഒരിക്കൽ കൂടി എത്തിച്ചേർന്നിരിക്കുന്ന ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതാ ബൈബിൾ ദൃശ്യ അവതരണ മത്സരങ്ങളിൽ എട്ടാമതായി കുരിശുപള്ളി ജംഗ്ഷനിലേക്ക് കടന്നു വരുന്നു ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന രംഗം. തന്റെ പരസ്യ ജീവിത അവസാനത്തിൽ ദൈവഹിതം നിറവേറ്റുവാനായി സജീവൻ ബലിയായി അർപ്പിച്ച യേശുവിനെ മനുഷ്യരുടെ പ്രതീകമായ അവതരിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഈ ദൃശ്യം നമുക്ക് ശ്രദ്ധയോടെ വീക്ഷിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായ ക്രേനക്കാരൻ ശിമയോൻ നാട്ടിൻപുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. കുരിശുപള്ളി ഭാഗത്തു നിന്ന് മുൻപോട്ട് നഗരമധ്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 9 ബൈബിൾ ദൃശ്യ അവതരണ ഇനങ്ങൾ കുരിശുപള്ളി പിന്നിട്ട് ലാലംപാലം ജംഗ്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഭാര്യയെയും ചലിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മൾ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി ദൃശ്യങ്ങൾ വീക്ഷിക്കുന്നതിനായി ഈ അമലോത്ഭവ ദൈവമാതാവിന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിൽക്കുന്നവർ മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്ക് ആളുകൾക്ക് കടന്നുവന്ന് നേർച്ചകരട്ടുകൾ സമർപ്പിക്കുന്നതിനും ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്നതിനുമായി ഒരുക്കുവാനായി വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് പന്തലിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അപ്പം കൂടി വശങ്ങളിലേക്ക് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ചൈതന്യ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിന് കുടിവെള്ളം ജൂബിലി ചാമ്പലിനോടടുത്ത് പന്തലിന് ലഭ്യമാണ്. ഈ കുടിവെള്ളം സ്വീകരിക്കുവാനായി നമുക്ക് തയ്യാറാവാം.